നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്. മൈ വേ ബൈ കല്യാണിക്കെതിരെ ഞെട്ടിക്കുന്ന വോയിസുമായിട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം തുടക്കം മുതൽ അവസാനം വരെ കാണണം. എന്തായാലും കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്ളോഗർക്കെതിരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുഖം മൂടി വലിച്ചു കയറിയിരിക്കുകയാണ് ഹോസ്പിറ്റലിലെ അധികൃതർ. കാരണം ഒരു ഹോസ്പിറ്റലിലെ കൊളാബറേഷൻ ചോദിച്ചിട്ട് കൊളാബറേഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ചേച്ചിക്ക് എന്താണ് ആവശ്യം? കൊളാബറേഷന് ക്യാഷും കുറച്ച് ഫെയിമും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു കൊളാബറേഷന് സംഭവങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം യൂട്യൂബിൽ ഈ ഒരു ഫീൽഡിലൊക്കെ നിൽക്കുന്ന ഒരാളാവുമ്പോൾ എന്തായാലും കൊളാബറേഷനിൽ കൂടെ ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ള വരുമാനവും സംഭവങ്ങളും ഒക്കെ കിട്ടുന്നത്. പക്ഷെ കൊളാബറേഷൻ കൊടുത്തില്ലെന്നും പറഞ്ഞ് ആ സ്ഥാപനത്തിനെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലൊക്കെ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്നവരെല്ലാം മണ്ടന്മാരല്ല എൻ്റെ കല്യാണി ചേച്ചി. സത്യം പറഞ്ഞാൽ ഇവർ ഈ തുടക്കത്തിൽ വന്നൊരു ഷോർട്സ് സംഭവങ്ങളൊക്കെ ഇട്ടപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഒരു ഒരു ലോങ് വീഡിയോ സംഭവങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ആക്കുന്നതാണെന്ന്. ഇത് കഴിഞ്ഞു ഇപ്പോൾ ഒരാഴ്ചയിൽ അധികമായിട്ടുണ്ട്. ചേച്ചി ഇതുവരെ ഒരു ലോങ് വീഡിയോ ഒരു ക്ലാരിറ്റി സംഭവങ്ങളൊന്നും നൽകിയിട്ടില്ല. കാരണം പണിയാവുമെന്ന് ചേച്ചിക്ക് മനസ്സിലായി. എന്തായാലും ആ ഹോസ്പിറ്റലിൽ അധികൃതർ ഇതിനെതിരെയായിട്ട് വോയിസ് സംഭവങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ മാസ്ക് അൺമാസ്ക് ആക്കി കളഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഫുള്ളി എക്സ്പോസ് ആയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഉണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടത് ക്യാഷും റീച്ചും സംഭവങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ എന്നും പറഞ്ഞ് ഒരു കൊളാബറേഷൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ അവരുടെ സ്ഥാപനത്തിന് എന്തോരം കരിവാരി തേക്കുമ്പോൾ അത്രത്തോളം കരിവാരി തേക്കാൻ ഇറങ്ങി തിരിച്ച കല്യാണി ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ കൊണ്ട് ഉദ്ദേശിച്ചത്? പ്രത്യേകിച്ച് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ആ ഒരു സ്ഥാപനത്തിൽ കൊളാബറേഷൻ കൊടുത്തില്ലെന്നും പറഞ്ഞ് ചേച്ചിക്ക് ബില്ല് കൊടുത്തില്ല, ചേച്ചിയെ പൈസ പറ്റിച്ചു എന്നാണ് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത്. അടുത്ത വിഷയത്തിലേക്ക് വരാം. ചേച്ചി ഒരു ക്രീമും സംഭവങ്ങളും ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്രീം അല്ല, വിവിധ തരത്തിലുള്ള ക്രീമും സംഭവങ്ങളും എല്ലാം ചേച്ചി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്ന് ചേച്ചി ക്രീമൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുക തന്നെ ചെയ്യും. വിവിധ തരത്തിലുള്ള ക്രീമുകൾ എല്ലാം കൂടെ മുഖത്ത് ഒരേ സമയത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതിനെ തുടർന്ന് ചേച്ചിയുടെ മുഖത്തൊരു കുരുവും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് ചേച്ചി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത് കാണിക്കാൻ വേണ്ടി. കൊല്ലത്തെങ്ങാണ്ടാണ് ചേച്ചിയുടെ വീട്. അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് വണ്ടി വിളിച്ച് പോയിട്ട് അവിടുത്തെ ഒരു ഡോക്ടറിനെയാണ് ചേച്ചി കാണിച്ചിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള മഞ്ജു വാര്യർ തുടങ്ങി വിവിധ തരത്തിലുള്ള സെലിബ്രിറ്റികൾ എല്ലാവരും വരുന്ന ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് അവിടെ പോയിട്ടാണ് ചേച്ചി കൊളാബറേഷൻ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്രീം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് നമുക്കൊരു കുഴപ്പവും ഇല്ലെന്ന് ഉറപ്പായാൽ മാത്രമേ നാട്ടുകാരെ കാണിക്കാവൂ. ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്രീമൊക്കെ ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ പറയും അയ്യോ ചേച്ചിയുടെ മുഖം വെട്ടി തിളങ്ങുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ആ ക്രീം വേണം എന്നും പറഞ്ഞ് ഓർഡർ ചെയ്യും. അങ്ങനെ അവർ തേക്കുമ്പോഴാണ് അവർക്കും ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ പിന്നെ അവർ ആ പ്രോഡക്റ്റ് ഇറക്കിയവരെ മാത്രമേ തെറി വിളിക്കത്തുള്ളൂ. ചേച്ചി ഒരിക്കലും തെറി വിളിക്കത്തില്ല. നമ്മുടെ വ്യൂവേഴ്സിനോട് അവർ കുറച്ച് സത്യസന്ധത കുറച്ച് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചേച്ചി അതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് മാത്രമേ ഈ പ്രൊമോട്ട് ചെയ്യാവൂ. അല്ലേ എനിക്ക് കാശ് കിട്ടുമെന്നും പറഞ്ഞ് എന്ത് വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു മനോഭാവം എന്തായാലും കളയണം. ഈ ഒരു പ്രൊമോഷൻ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് സത്യസന്ധത ഉണ്ട്. ഇതൊക്കെ കളഞ്ഞതിന് ശേഷം യൂട്യൂബർ വലിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ ചേച്ചിക്കെതിരെ വന്നിട്ടുള്ള ഒരു വോയിസ് ഞാൻ വെച്ച് തരാം. നിങ്ങളാണെങ്കിൽ അവസാനം വരെ കേൾക്കണം. ആ വോയിസ് മുഴുവൻ കേട്ടാൽ ഇവരുടെ കള്ളക്കളികളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഫസ്റ്റ് വെച്ചിട്ട് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്, സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. ആൻഡ് വിസിറ്റില് വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീംസ് കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഗ്ലൂട്ടതയോൺ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ചെയ്തത്. ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു.
കേട്ടല്ലോ, 2 വിഷയങ്ങളാണ് പ്രധാനപ്പെട്ട് ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നത്. അതായത് ഒന്നാമത്തെ വിഷയം ക്രീം ഉപയോഗിച്ച് എന്നെ തുടർന്നിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, അതായത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത്, ആരുടെ കാര്യം എനിക്കറിയേണ്ട, എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഒരിക്കലും യൂട്യൂബിൽ ഇതേകൂട്ടുള്ളവർ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ചാടിത്തുള്ളിപ്പോൾ എനിക്ക് ക്രീം വേണേ, എനിക്ക് വെളുക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങാൻ നിൽക്കരുത്. എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു 100 പേരെ എക്സാമ്പിളായിട്ട് എടുക്കാം. 100 പേരെ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു 10 പേരെങ്കിലും കാണും ഇതേവിട്ട് ഉടായ്പ് കാണിച്ചിട്ട് കിട്ടുന്നതെല്ലാം പ്രൊമോഷന് കാശ് കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാം എടുത്തു വെച്ച് പ്രൊമോട്ട് ചെയ്ത് എല്ലാം കൊളാബറേഷൻ ചെയ്യുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഇവരുടെ ഒന്നും കയ്യിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ. ഇവരുടെ ഇപ്പോഴത്തെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ടാണ് ട്രീറ്റ്മെന്റ് സംഭവങ്ങളും ഒക്കെ അവർ തുടർന്നിട്ടുള്ളത്. നിങ്ങളുടെ താരടുത്തും പറഞ്ഞില്ലല്ലോ എനിക്ക് ഇന്റെ ക്രീം ഉപയോഗിച്ചിട്ടേ സംഭവം വന്നാൽ നിങ്ങൾ ആരും വാങ്ങരുതെന്ന്. കാരണം എന്താ പറഞ്ഞാൽ അവരുടെ ശമ്പളം അവിടെ നിന്ന്, അവരുടെ ആ സാലറി നിന്ന്, ആ ഒറ്റ മൈൻഡ് കൊണ്ടാണ് വ്യൂവേഴ്സിനെ പറ്റിച്ചാലും വ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കാശ് പോയിട്ട് അവർക്ക് എന്തെങ്കിലും പണി കിട്ടിയാലും ഇവരെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന് ഈ ഒരു ഒറ്റ സംഭവത്തിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാന്നേ ഉള്ളൂ. അത് സ്റ്റിറോയിഡ് നിറഞ്ഞിട്ടുള്ള ക്രീമും സംഭവങ്ങളുമാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യമാണ് ഇവരെ ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു, രണ്ടാമത്തെ പ്രാവശ്യം പോയി കൊളാബറേഷൻ ചോദിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം അവർ കൊടുത്തിട്ടില്ല. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം വലിയ വലിയ സെലിബ്രിറ്റികൾ വന്നു പോകുന്ന ഹോസ്പിറ്റലിൽ, അപ്പോൾ പിന്നെ വേണമെങ്കിൽ അവർക്ക് അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാമല്ലോ. അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവർക്ക് കൊളാബറേഷൻ കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി തുടർന്ന് കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട് ഈ കൊളാബറേഷനെ തുടർന്നിട്ട് എന്നുള്ളത്. എൻ്റെ പൊന്നു കല്യാണി ചേച്ചി എന്തൊക്കെയാണ് അറിയുന്നത്? യൂട്യൂബിന്റെ മുമ്പിൽ വരുമ്പോൾ ചേച്ചി ഭയങ്കര എന്തോ ആൾക്കാർക്ക് എന്തോ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്ന ഒരാൾ, ബാക്കി വരുമ്പോൾ ആൾക്കാരെ എങ്ങനെ പറ്റിക്കാൻ, ആൾക്കാരുടെ കയ്യിലെ കാശ് എങ്ങനെ കളയാന്ന് നോക്കി നടക്കുന്ന ഒരാൾ എന്തൊക്കെയാണോ എന്തായാലും ബാക്കി ഒരു വോയിസും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കേൾപ്പിക്കാം. ഫീൽഡ് ആണല്ലോ, ലൈക് ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഈവൻ പെയ്ഡ് ആഡ്സ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബൈ ബിക്കോസ് സിഇഒക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയില്. We are not interested. Ma'am is not interested on that. Why? Because നമുക്ക് അല്ലാതെയുള്ള ആഡ്സ് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മള് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരായി. 15 വർഷത്തിന് മേലെയായി തൃശ്ശൂരും കൊച്ചിയിലും ഒക്കെ. ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് വന്ന ഒരു ക്ലയന്റ് ആണ്. കേട്ടല്ലോ, ഈ ഒരു സംഭവത്തിൽ കൂടെ എന്ത് മനസ്സിലാക്കാം? അതായത് ഈ ചേച്ചി ആണെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞത് കൂട്ടി തന്നെ അവിടെ ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോയിസിൽ തന്നെ വ്യക്തമാണ്. അതായത് ഡോക്ടറിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കൊളാബറേഷനോ പ്രൊമോഷനോ വേണ്ട. നമ്മുടെ കേട്ടറിഞ്ഞിട്ട് നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ച് അത്രത്തോളം ബോധ്യമുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി. നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ കല്യാണി ചേച്ചി ആണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അതിനകത്ത് വീഡിയോക്കകത്ത് തുടക്കം മുതൽ അവസാനം വരെ ഡോക്ടർമാരെ ഒരു കളിയാക്കുന്ന രീതിയിൽ എന്താ 3-4 മാസമൊക്കെ കൂടുമ്പോഴാണ് ചേച്ചി ആ ഡോക്ടർ അതിനകത്തോട്ട് വരുന്നത് എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ ഒരു എന്തോ പറയുന്ന ആ ഒരു ഹോസ്പിറ്റലിന്റെ ഓഫീസ് സ്റ്റാഫ് പറഞ്ഞത് അനുസരിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ആ ഒരു ഡോക്ടറിന്റെ ബിഗ് ഫാൻ എന്നൊരു രീതിയിലാണ് ചേച്ചി പോയിട്ടുള്ളത്. ഒന്ന് ഓർക്കണം, സെലിബ്രിറ്റികളുടെ അല്ല, ഡോക്ടറിന്റെ ബിഗ് ഫാൻ ആയിട്ടാണ് നമ്മളെ കല്യാണി ചേച്ചി ആ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത്. അതായത് ആ ഒരു ഡോക്ടറിനെ എങ്ങനെയെങ്കിലും കണ്ട് ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ചേച്ചിയുടെ മുഖമൊക്കെ ഭയങ്കര ഗ്ലോ ആവും എന്നൊക്കെ വിചാരിച്ചായിരിക്കും പോയിട്ടുള്ളത്. എന്തായാലും ആ ഒരു ഡോക്ടറിനെ കാണണം, ബിഗ് ഫാൻ ആണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി പോയതാണ്. അത് കഴിഞ്ഞാണ് കൊളാബറേഷൻ കൊടുക്കത്തില്ലെന്ന് പറയുമ്പോൾ ചേച്ചി നേരെ വന്നിട്ട് യൂട്യൂബിലോട്ട് വന്നിട്ട് ആ ഒരു ആശുപത്രി ശരിയല്ല, അവിടെ ആരും പോകരുത്, അവിടുത്തെ 2 ഡോക്ടർമാർ മോശമാണ്, 2 തട്ടിപ്പിനും വേണ്ടി ഉടായ്പിനും വേണ്ടി അവിടെ കുത്തിയിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും കൊള്ളാം കേട്ടോ, ബാക്കിയേക്കാം. ആള് ഇവര് അല്ലാതെ നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്നത്, എന്താ അല്ല ബിൽസ് ഒക്കെ നമ്മൾ കൊടുക്കാതിരിക്കുന്നതല്ല. ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പേയ്മെന്റ് ചെയ്തു വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ ക്ലിനിക്കുകളിലെ റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മള് ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ കഴിഞ്ഞ് എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നില്ല. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. കേട്ടല്ലോ, ട്രീറ്റ്മെന്റിന് മുമ്പേ ഇവരുടെ സംഭവങ്ങളും ആയതുകൊണ്ട് തന്നെ ഈ പൈസ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേകൂട്ട് തന്നെ ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം എടുക്കും. കാരണം ഇവർ ഈ അലത്ത് കുളിച്ച ക്രീം എല്ലാം കൂടെ മുഖത്ത് വാരി തേച്ച് മുഖവും അതേകൂട്ട് തന്നെ സ്കിന്നും എല്ലാം ഒരുമാതിരി എന്ത് പറഞ്ഞ് ഡാമേജ് ആയിട്ടാണ് ഇവിടെ ചെന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അത്രയും പ്രോബ്ലംസ് ആ സ്കിന്നിൽ വരുമ്പോൾ ആ സ്കിന്നൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുക. അത് ഇവർ നേരത്തെ തന്നെ ഇവരടുത്ത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് അവിടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. ആദ്യത്തെ പ്രശ്നം തുടങ്ങുന്നത് നിങ്ങൾ കേട്ട് കാണും കൊളാബറേഷൻ വഴിയാണ്. ആ ഒരു കൊളാബറേഷൻ
ചെയ്തതിന് ശേഷമാണ് അടുത്തത് സ്കിന്ന് പെട്ടെന്ന് അങ്ങോട്ട് റെഡി ആയിരുന്നു. എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വല്ല കോൺക്രീറ്റ് വല്ല ഒന്ന് എടുത്തിട്ട് ഉടനെ പിറ്റേ ദിവസം ഉണങ്ങാൻ വേണ്ടി സ്കിന്നല്ലയോ, അത് കുറച്ച് സമയം എടുക്കും, വെയിറ്റ് വരുമല്ലോ, റെഡി ആവുമല്ലോ, നിങ്ങളുടെ തന്നെ സ്കിന്നല്ലയോ. ഇത് ഇവരെടുത്ത് ആ യൂട്യൂബിന്റെ വ്യൂവേഴ്സ് എല്ലാവരും കൂടെ കമന്റ് ചെയ്തത് നിങ്ങളുടെ സ്കിന്നിന് എന്തോ പറ്റി അങ്ങ് ഡള്ളാന്നല്ലോ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്നതിനെ തുടർന്നാണ് ഇവർ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഡോക്ടറിനെ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും കൊള്ളാം കേട്ടോ, ആ ചേച്ചിക്കാണെങ്കിൽ കൊളാബറേഷൻ കൊടുത്തില്ലെന്ന് പറഞ്ഞ് കേസ് വരെ എത്തി കാര്യങ്ങൾ. ഇതൊക്കെയാണ് ബ്യൂട്ടി വ്ളോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ. അവരെ മാക്സിമം എങ്ങനെ എന്തോ ആ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു എന്തെങ്കിലും ക്രീമോ സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരിലോട്ട് എങ്ങനെ എത്രയും പന്ന ക്രീമാണെങ്കിൽ പോലും നമ്മൾ ദാണ്ട് ഇങ്ങനെ അങ്ങനെ വെളുത്തെന്നും പറഞ്ഞിട്ട് മുഖം കറുപ്പിച്ച് വെച്ചിട്ട് ഇവിടെ മാത്രം കുറച്ച് പുട്ടി ഇട്ടുകൊണ്ട് വന്നിട്ട് ദാണ്ട് ഇതാണ് നമ്മുടെ അവസാനം വന്നിട്ടുള്ള റിസൾട്ട്, ഇവിടെ മാത്രമേ ഞാൻ തേച്ചിട്ടുള്ളൂ, അവിടെ മാത്രം നല്ല വെളുത്തെന്നും പറഞ്ഞ് വരുന്നതാണ് ഇവരുടെ മെയിനായിട്ടുള്ള പരിപാടി. നമ്മൾ തന്നെ പണ്ട് ബ്യൂട്ടി വ്ളോഗേഴ്സിന് ഇഷ്ടംപോലെ പ്രാവശ്യം എക്സ്പോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ട് ചേച്ചി ഇപ്പോൾ എക്സ്പോസ് ആയിരിക്കുകയാണ്. ഇനിയെങ്കിലും എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇതിലൊന്നും പോയി പെടരുത്. ഇങ്ങനെ ബ്യൂട്ടി വ്ളോഗർമാർ പലതായിട്ട് ഇവർക്ക് പ്രൊമോഷൻ കിട്ടുന്നതനുസരിച്ച് കാശിന് വേണ്ടി വന്നിടന്ന് പ്രൊമോട്ട് ചെയ്യും. അത് അവരുടെ തൊഴിലാണ്, അവർക്ക് കാശ് കിട്ടുകയും ചെയ്യും എന്നും പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും പിടിക്കും. അതിന് ഉത്തമ ഉദാഹരണമില്ല, ചേച്ചിയുടെ മുഖത്ത് കുരു വന്നിട്ട് ചേച്ചി എന്നെ പോയിട്ട് ഇപ്പോൾ കേസ് വരെ എത്തി നിൽക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ട്രൈ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തുവാ പറഞ്ഞത്, ട്രസ്റ്റഡ് ആയിട്ട് വല്ല സംഭവങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവൂ. നമ്മുടെ ഫേസ് ആണ്, പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല എന്നൊക്കെ മനസ്സിലാക്കി മാത്രമേ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യാവൂ. എന്തായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നുന്നു. എന്തായാലും ഞെട്ടിക്കുന്ന വോയിസ് തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ചേച്ചിയുടെ ഇനി പ്രോഡക്റ്റ് ആരും വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കമ്മീഷൻ എങ്ങനെ കിട്ടുമോ എന്തോ. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തന്നെ വേണം. വീഡിയോ ഹൈപ്പും ചെയ്തൊക്കെ പഠിച്ചു നല്ല ടോപ്പിക്കായിട്ടാണ്. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രേറ്റ് പോകാൻ പഠിച്ചു നല്ല ടോപ്പിക്കായിട്ടാണ്. എല്ലാവർക്കും ബൈ.